ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു പീസ് ഇറച്ചി ബീഫാണിത്. അത് മുറിച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണിത്. കണ്ടോ? ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നന്നായി അരിഞ്ഞ് നമുക്ക് എടുക്കണം. വലിയ പീസിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചതാണ്. ഇനി ചെറിയ ചെറിയ ഒരേ സൈസ് പീസാക്കിയിട്ട് നമുക്കിത് നുറുക്കിയെടുത്തിട്ട് വേണം വറുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ആദ്യം ഇത് നുറുക്കിയെടുക്കാം. നമ്മൾ കുക്കറിലിട്ട് വേവിച്ച നമ്മുടെ ബീഫ് ഇതുപോലെ നമുക്ക് ഒരേ സൈസിൽ കട്ട് ചെയ്തിട്ട് ആദ്യം കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ബീഫൊക്കെ നമ്മൾ ഒരേ സൈസിൽ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് ചേർക്കാം കേട്ടോ. കുരുമുളക് ഒരു സ്പൂണ് കുരുമുളകും നല്ല മുഴുവൻ കുരുമുളക് ഇട്ടോണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി നമ്മളിതിൽ അരച്ച് ചേർക്കാൻ പോകുന്നുണ്ട്. അരച്ച് ചേർക്കണം. നമ്മളിതിൽ എന്തൊക്കെ ചേർക്കാം? ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാലപ്പൊടി, പിന്നെ മുളക് പൊടി കൂട്ടി തിരുമ്പിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇവിടെ വയ്ക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇറച്ചി ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീഫിൽ കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമ്മൾ മസാല പറ്റി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വറുത്തെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വറുക്കാം. തേങ്ങ ഇവിടെ അരിഞ്ഞ് വെച്ചതാണ്. ഈ തേങ്ങ അരിഞ്ഞ് വെച്ചതിന് ഞാൻ ഒരു പിടി തേങ്ങ, നമ്മുടെ ബീഫ് ഒരുവിധം വറവായിട്ടുണ്ട്, അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് കീറിയിട്ടുണ്ട്, ഒരു കതിര് വേപ്പില ഇട്ടിട്ടുണ്ട്. വറവ് ഒരുവിധം ആയതിന് ശേഷം വേണം ഇതൊക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഒരുവിധം വറവായിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം 3/4 ഭാഗം വറവാകുമ്പോൾ നമ്മൾ തേങ്ങ അതിൽ കൂടി ഇട്ടാൽ ആ തേങ്ങയും കൂടി ഒന്ന് വറുത്ത് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ കൂടെ തേങ്ങയും 2 പച്ചമുളകും ഒരു കതിര് വേപ്പില ഇട്ടുണ്ട്. ഇതൊന്ന് മൊരിയുമ്പോൾ നമുക്ക് അത് കോരി വയ്ക്കാം. ഇതിപ്പോൾ നല്ലൊരു കിളികിളിപ്പ് കേൾക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ ഏതാണ്ട് അതിൻ്റെ തേങ്ങ ഒന്ന് മൊരിഞ്ഞാൽ നമുക്ക് കോരി വയ്ക്കാം.
ബീഫ് ഫ്രൈ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടക്കത്തിൽ തന്നെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, കോൺഫ്ലവർ, ഒരു സ്പൂണ് അരിപ്പൊടി, ഇതൊക്കെ കൂടി നന്നായി മിക്സിയിൽ ജാറിലടിച്ച് പേസ്റ്റാക്കിയിട്ടാണ് നമ്മൾ ഈ ബീഫ് തിരുമ്പിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് വറുത്തത്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.